വർക്കലയിൽ ഗ്രഹനാഥനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ ഞായറാഴ്ച വർക്കല കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വർക്കല വിട്ടൂർ ആശാമുക്ക് സ്വദേശിയായ ജാസിം, താഴെ വിട്ടൂർ സ്വദേശികളായ ഹായിസ്, നൂഹു, സൈദലി എന്നിവരെയാണ് അന്വേഷണ സംഘം പിടികൂടിയത്. കേസിലെ 5-ാം പ്രതിയായ ആഷീർ എന്നയാളെ സംഭവ ദിവസം രാത്രി തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതികളെ പിടികൂടുന്നതിന് തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥർ 3 സംഘങ്ങളായിട്ടായിരുന്നു പ്രതികളെ പിന്തുടർന്നത്. ചെല്ലുന്നിടത്തെല്ലാം പ്രതികളുടെ സാന്നിധ്യമുണ്ടായിരുന്നതായി പോലീസിന് മനസ്സിലായി. കൊലപാതകത്തിന് ശേഷം പ്രതികൾ വർക്കലയിൽ നിന്ന് കൊല്ലത്തെ ബന്ധുവീട്ടിലാണ് ആദ്യമെത്തിയത്. ഒരു ദിവസം പ്രതികൾ അവിടെ താമസിച്ചതിന് ശേഷം കൊല്ലത്ത് നിന്ന് കൊട്ടാരക്കരയിലും തുടർന്ന് തെങ്കാശി വഴി മധുരയിലും അവിടെ നിന്ന് ചെന്നൈയിലും എത്തിയിരുന്നു. പ്രതികൾക്ക് പിന്നാലെ പോലീസ് സംഘവും ഇതേ സ്ഥലങ്ങളിലെത്തി. പോലീസ് പിന്തുടരുന്നു എന്ന വിവരം പ്രതികൾ മനസ്സിലാക്കിയതിനെ തുടർന്ന് അവർ ചെന്നൈയിൽ നിന്ന് ബാലരാമപുരത്തുള്ള ബന്ധുവീട്ടിൽ എത്തുകയായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം പ്രതികളുടെ വർക്കലയിലുള്ള മറ്റ് ബന്ധുക്കളെ പോലീസ് ചോദ്യം ചെയ്തതിൽ നിന്ന് പ്രതികൾ ബാലരാമപുരത്തുള്ള ബന്ധുവീട്ടിലെത്താൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി. പോലീസ് അവിടെ എത്തിയപ്പോഴേക്കും പ്രതികൾ അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് കടന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ വിവരം ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായൺ IPSനെ അറിയിക്കുകയും തുടർന്ന് പ്രത്യേക ഷാഡോ ടീമിനെ തമ്പാനൂർ ഭാഗത്തേക്ക് അയക്കുകയുമായിരുന്നു. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ മാർഗം ബാംഗ്ലൂർക്ക് കടക്കാൻ ശ്രമിച്ച പ്രതികളെ റെയിൽവേ സ്റ്റേഷന് പുറത്തു വച്ച് തന്നെ പ്രത്യേക പോലീസ് സംഘം വളഞ്ഞ് ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തുകയായിരുന്നു. വർക്കല DYSP ഗോപകുമാർ B, SHO പ്രവീൺ ജേസ്, ഐരൂർ SHO ശ്യാം എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. അറസ്റ്റ് ചെയ്ത 4 പ്രതികളെയും വർക്കല കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രതികളെ വളരെ സമഗ്രമായ വളരെ സമഗ്രമായ രീതിയിൽ പ്രതികളെ പോലെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ സംസ്ഥാനത്തിനകത്ത് തന്നെയായിരുന്നു പുറത്ത് തമിഴ്നാട്ടിലൊക്കെ പോയിരുന്നു. അവിടെ പോലീസ് എത്തിയിരുന്നു. കേസോട് ബന്ധപ്പെട്ട് എല്ലാ പ്രതികളെയും പിടികൂടിയിട്ടുണ്ട്. എല്ലാ പ്രതികളെയും പിടികൂടിയിരുന്നു. പ്രതികളെ വിശദമായ ചോദ്യം ചെയ്യലിനും കൊലക്കുപയോഗിച്ച ആയുധങ്ങൾ കണ്ടെടുക്കുന്നതിനും മറ്റ് തെളിവുകൾ ശേഖരിക്കുന്നതിനും വേണ്ടി അടുത്ത ദിവസം കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുമെന്നും DYSP B ഗോപകുമാർ അറിയിച്ചു. ബീക്കൺ ന്യൂസ്, വർക്കല.